കേരളത്തിലെ 14 ജില്ലകളിൽ CPIMന് ഏറ്റവും ദുർബലമായ ജില്ലാ കമ്മിറ്റി ഉള്ളത് ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിലാണ്. അതിന് കാരണം നിലവിലെ സിറ്റിംഗ് MLA-മാരടക്കം ആലപ്പുഴ ജില്ലയിൽ CPIMനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. CPIMൻ്റെ ജില്ലാ സെക്രട്ടറി R. നാസറും AM ആരിഫും നടത്തുന്ന പാർട്ടി വിരുദ്ധ നയങ്ങളെ വെള്ളപൂശാൻ തങ്ങൾക്ക് ഒരിക്കലും മനസ്സ് വരുന്നില്ല എന്ന് U. പ്രതിഭയും ദലീമ ജോജോയും G. സുധാകരനും തോമസ് ഐസക്കുമൊക്കെ തുറന്നടിക്കുമ്പോൾ R. നാസറിന് പടിയിറങ്ങേണ്ടി വരും. AM ആരിഫിനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമാകുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായി കാസർഗോഡ് വർഗീയവൽക്കരിക്കാൻ വർഷങ്ങളായി SDPI പോലുള്ള സംഘടനകളുമായി CPIM വലിയ അന്തർധാര ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കണം, ഇത്തവണ CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന സാഹചര്യമായിരുന്നു ഉരുത്തിരിഞ്ഞത്. അവിടെ KC വേണുഗോപാൽ മത്സരിച്ചപ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം ശരിക്കും വാസ്തവത്തിൽ പല മേഖലകളിലും ശോഭാ സുരേന്ദ്രനുമായാണ് മത്സരം നേരിട്ടത്. ശോഭാ സുരേന്ദ്രൻ ഹരിപ്പാടും കായംകുളത്തുമൊക്കെ വലിയ മുൻതൂക്കം നേടിയെടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ CPIM തകർന്നു പോവുകയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. CPIM 2-ാം സ്ഥാനത്ത് തന്നെയാണ് റെക്കോർഡിക്കലായി എത്തിയതെങ്കിൽ പോലും ഫലത്തിൽ അതിദയനീയമായി വോട്ട് ഷെയർ കുറഞ്ഞ ഒരവസ്ഥയിലേക്കാണ് എത്തിയത്. ഒന്ന് ആലോചിക്കണം, കഴിഞ്ഞ തവണ കനൽ ഒരു തരി എന്ന രീതിയിൽ ഏക സിറ്റിംഗ് സീറ്റായി CPIMനുള്ളിൽ ഉണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലമായിരുന്നു. എന്നാൽ അതിൽ വിള്ളൽ വന്നു എന്നു മാത്രമല്ല, ആലപ്പുഴയിൽ ഇനി CPIMന് MLA-മാർ കാണുമോ എന്ന് സംശയം ജനിപ്പിക്കത്തക്ക തരത്തിൽ വെന്ത് വെണ്ണീറാവുന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തും മറ്റുമായി നടക്കുന്ന വലിയ പാർട്ടിയുടെ തളർച്ച, പാർട്ടിയിൽ നിന്നും അണികളും അതുപോലെ തന്നെ പല പ്രവർത്തകരും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, CPIMുമായി പുലബന്ധമില്ലാത്ത പലരെയും ആ പാർട്ടിയിൽ അരിയിട്ട് വാഴിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തപ്പോൾ വാസ്തവത്തിൽ ജനങ്ങൾ R. നാസറിനെയും CPIM ജില്ലാ കമ്മിറ്റിയും തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. വലിയ തോതിൽ ജില്ലാ പഞ്ചായത്തിലായിരുന്നാലും ബ്ലോക്ക് ഡിവിഷനിലായിരുന്നാലും ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നാലും CPIMന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരുപക്ഷെ കായംകുളത്തെ MLA ആയ പ്രതിഭ ഹരി ഏത് നിമിഷം വേണമെങ്കിലും രാജിവെക്കാമെന്ന രീതിയിലേക്ക് പൊട്ടിത്തെറിയുടെ ഭാഷയാണ് അവർ ഉന്നയിക്കുന്നത്. G. സുധാകരനെ പോലുള്ള മുതിർന്ന അധികായന്മാരായ നേതാക്കളെയൊക്കെ പാർട്ടി സമ്മേളനത്തിൽ പോലും പങ്കെടുപ്പിക്കേണ്ട, പാർട്ടിയുമായി പുലബന്ധം പോലും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അല്പന്മാർ, R. നാസറിനെ പോലുള്ള അല്പന്മാർ വലിയ കളികൾ കളിച്ചാലും ജനങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുള്ള സഹാക്കളെയൊന്നും അടർത്തിയെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ CPIM നേരിട്ടുകൊണ്ടിരിക്കുന്നത്.